ഒരു അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അപകടം പറ്റിയ ആളുകളുമായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറാണിത്. അയാളുടെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ട്. അതിന് CPR കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് അയാൾ ആംബുലൻസ് ഓടിക്കുന്നുണ്ട്. ആ ആംബുലൻസിൽ മറ്റുള്ള രോഗികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ജീവൻ അയാളുടെ കയ്യിലാണ്. ആ ഒരു സമയത്ത് അയാൾ വേറെ ഒന്നും ചിന്തിക്കാതെ അവരെങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് ഓടുക. വീഡിയോയിലുള്ളതൊരു പിന്നെ ആംബുലൻസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആംബുലൻസിൽ ഒരു കുട്ടിയുണ്ട്. കുട്ടി പക്ഷേ ഡ്രൈവറുടെ കയ്യിലാണ്. ആംബുലൻസ് അയാൾ ഡ്രൈവ് ചെയ്യുന്നു. ചെറിയ കുട്ടിയുണ്ട്, വളരെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് അയാൾ CPR കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം എന്താ പറയുക, ബാക്കിൽ ഈ ആക്സിഡൻറ്റിൽപ്പെട്ട ബാക്കി രോഗികളൊക്കെ അദ്ദേഹത്തിൻ്റെ ബാക്കിലുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന ആൾ അതുകൂടി കാണിച്ചെടുത്തിട്ടുണ്ട്. അയാൾ ഈ ഡ്രൈവർ വളരെ കൂളായിട്ട് വണ്ടി വളരെ വേഗം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ സ്പാർക്ക് ചെയ്തു, പേഴ്സണലി വളരെ സ്പാർക്ക് ചെയ്തു ഈ വീഡിയോ. ആംബുലൻസ് ഡ്രൈവർമാർ പലപ്പോഴും നമ്മുടെ നാട്ടിലെ റോഡുകളിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണം, അത്ഭുതം കാണിക്കാറുണ്ട്. മനുഷ്യജീവനും കൊണ്ടുള്ള അവരുടെ പാച്ചിൽ പലവരും മീഡിയ റിപ്പോർട്ടിങ്ങുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു പകലുദിച്ച് രാവിരുട്ടും വരെയും, ഒരു ഇരുണ്ട രാവ് മുതൽ പിന്നെ ഒരു പകൽ വരെയും ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യപ്പെടുന്നതും പൊതു ഇടത്തിലെത്തുന്നതൊക്കെ വളരെ റയറാണ്. അവരവരുടെ ജീവനെടുത്ത് സ്റ്റിയറിങ്ങിലേക്ക് വെച്ചാണ് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ഓടാറുള്ളത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഹീറോകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആത്മീയ തലത്തിൽ നിന്നല്ല ഞാൻ പറയണേ, ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ക്രിക്കറ്റർമാരെ, ഫിലിം സ്റ്റാറുകളെ, ഫുട്ബോളർമാരെയൊക്കെ ഹീറോകളാക്കുമെങ്കിൽ നാട്ടിൻ പുറത്തെ പരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ആംബുലൻസിൻ്റെ ഡ്രൈവിംഗ് സീറ്റുകളിലേക്ക് കയറിയിരുന്ന് ജീവനും കൊണ്ട് കുതിച്ചു പായുന്ന അവരെയാണ് പൊതുവെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി, ഹീറോകളായി തോന്നാറുള്ളത്. അത് പേഴ്സണലി അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് ഇത്തരമൊരു പോയിൻ്റ് സംസാരിക്കുന്ന എല്ലാ ഇടത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ കുഞ്ഞ് ഉണ്ടാകുമ്പോൾ അവന് പ്രസവത്തിന് ശേഷം അവന് വലിയൊരു അസുഖം വന്നു. അപ്പോൾ അൽമാസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കബീർ സാഹിബ്, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കുട്ടീനെ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്, കുട്ടി കുറച്ച് കോംപ്ലിക്കേഷനാണ്, ഇവിടെ നമുക്കിപ്പോൾ വെൻറ്റിലേറ്റർ ലഭ്യമല്ല, അടിയന്തരമായി ഒരു വെൻറ്റിലേറ്ററിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആംബുലൻസിൽ കയറി ഞങ്ങൾ വരികയാണ്. അന്ന് അങ്ങാടിപ്പുറം മേൽപ്പാലം ഉണ്ടായിട്ടില്ല. ട്രെയിന് പാസ് ചെയ്യുന്ന സമയമാണെങ്കിൽ വെയിറ്റ് ചെയ്തോളണം. അങ്ങാടിപ്പുറം മേൽപ്പാലം വന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസിന് വേഗം പോകാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ശരിയായ ഉത്തരം. നമുക്ക് ഒരുപക്ഷെ പഴയതുപോലൊക്കെ തന്നെ പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് ആരും പറയരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മയാക്കുന്നു. അപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ അയാൾ അതിവേഗം ഡ്രൈവ് ചെയ്യാണ്. അയാളൊരു രക്ഷയില്ലാത്ത ഡ്രൈവാണ്. ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ എൻ്റെ ഉമ്മ ഉണ്ട്, ഞാനുണ്ട്, സിസ്റ്ററുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഫാസ്റ്റ് എന്നിങ്ങനെ അതിപ്പോഴും എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങും. സിസ്റ്ററാ പറയണത്, വേഗത്തിൽ പോകുന്നുള്ളതാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇയാൾ അതിവേഗം എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഡ്രൈവാണ്. അപ്പോൾ ഞാൻ അപ്പരോട് പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ട്, സിസ്റ്റർക്ക് വീടും കുടുംബമുണ്ട്, എൻ്റെ ഉമ്മയും ഞാനും ഈ വണ്ടിയിലുണ്ട്, നമ്മൾ മോന് വേണ്ടിയിട്ട് ഇത്ര റിസ്ക് എടുക്കണ്ട, നിങ്ങളൊരു സേഫ് സ്പീഡിലുള്ള ഡ്രൈവ് മതി എന്ന് പറഞ്ഞു മൂപ്പരോട്. അപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കി മനുഷ്യൻ, ഒരു നോൺ മുസ്ലിമാണ് ആൾ. പിന്നെ ഇദ്ദേഹം അത്രയും ഡ്രൈവ് ചെയ്തതിലേറെ അതിവേഗമാണ് മൂപ്പരെന്ത് ചെയ്യണത്, വണ്ടി ഓടിക്കണത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോൾ വണ്ടി സ്റ്റക്കായി. അപ്പോൾ ആളുകളിങ്ങനെ വഴിയൊരുക്കി റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ട് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തി. ഗേറ്റ് തുറന്ന ഉടനെ വണ്ടി പാസ് ചെയ്ത് വന്നു. ഇവിടെ മൗലാനയിൽ നമ്മുടെ സുഹൃത്തുക്കൾ, ജമാൽ ചെറുവാടിയെ പോലുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരു സജ്ജായിരുന്നു, എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ലിഫ്റ്റ് വർക്കിംഗ് അല്ല പെട്ടെന്ന് നോക്കുമ്പോൾ. അപ്പോൾ ജമാൽ കുഞ്ഞിനെടുത്തിട്ട് ഓടിയിട്ട് ICUയിൽ കൊടുത്തു. ഓക്സിജൻ വീണ്ടും റീകണക്ട് ചെയ്തു. പിന്നെ ബാക്കി സ്റ്റോറിയിലേക്ക് ഞാൻ പോകണില്ല. ഒരു കാര്യം പറയാം, മോനിപ്പോൾ 9ാം ക്ലാസ്സിലാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു
നല്ല വിശ്വാസികളുടെ ദുആ കൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വളരെ ഭംഗിയായി, സാധാരണ ഉള്ളതിലേറെ ഭംഗിയായി അവന് തിരിച്ചെത്താൻ ഉള്ള തൗഫീഖ് ലഭിച്ചു. ഇപ്പം ഞാനിവിടെ പറയണത്, ഇതൊക്കെ കഴിഞ്ഞ് ഈ മനുഷ്യൻ, ഞാൻ ഇദ്ദേഹത്തെ മറന്നിരുന്നു, ഈ ഡ്രൈവറെ. അപ്പോൾ അദ്ദേഹം എനിക്ക് ഞാൻ ഏകദേശം സെറ്റിൽഡായി കണ്ടപ്പോൾ യാത്ര പറയാൻ വേണ്ടി വരികയാണ്. അപ്പോഴാണ് അയാളെ സാമ്പത്തികമൊക്കെ ആലോചിക്കണത്. അപ്പോൾ അയാൾ പൈസ വാങ്ങണില്ല എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ആംബുലൻസിൻ്റെ സീറ്റിൽ ഇരുന്നിട്ട് അത്ര സ്പീഡ് പോകണ്ടെന്ന് ഒരാൾ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തത് വേണ്ട, ഇന്നത്തത് കിട്ടിയതാണ് ഇയാളുടെ ഡയലോഗ്. ഞാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. പൈസയൊക്കെ കൊടുത്ത് വളരെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തോട് വളരെ ദീർഘകാലം ഉണ്ടായിരുന്നു. ഇടയ്ക്കപ്പോൾ അദ്ദേഹം രോഗിയായി, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ജീവിതം എടുത്തിട്ട്, ജീവൻ എടുത്തിട്ട് സ്റ്റിയറിങ്ങിലേക്ക് വെച്ചിട്ട് അതിശീഘ്രം അതിവേഗം കുതിക്കുന്ന കുറേ മനുഷ്യർ, അവരെയാണ് നമ്മൾ ആംബുലൻസ് ഡ്രൈവർമാരെന്ന് വിളിക്കുന്നത്. അവരെടുക്കുന്ന അത്ര റിസ്ക് വേറെ ആരും എടുക്കണില്ല. അതുകൊണ്ട് തന്നെ സൈറൺ മുഴക്കി പായുന്ന ഓരോ ആംബുലൻസുകളും നമുക്ക് പ്രതീക്ഷയാണ്. എന്നാൽ നിശബ്ദമായി പോകുന്ന ആംബുലൻസുകളൊക്കെ നമുക്ക് നിരാശയാണ്. സൈറൺ മുഴക്കി പായുന്ന ഓരോ ആംബുലൻസിനുള്ളിലും പിടക്കുന്നൊരു ജീവനുണ്ടെന്നും ആ ജീവൻ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും തിരിച്ചെത്തുമെന്നും നമ്മൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വണ്ടി സൈഡാക്കിയിട്ട് അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീമ ബതലാക ബി വഫത്തലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. ഈ പരീക്ഷണം എനിക്ക് പഠിച്ചോൻ തന്നിട്ടില്ല, എന്നെ ഏറ്റവും ശ്രേഷ്ഠമായി പഠിച്ചോൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് കൈയും കാലൊക്കെ ഇങ്ങനെ നോക്കും നമ്മൾ. അതിൻ്റെ ഉള്ളിൽ പോണ അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ നമ്മളെ ചിന്തിപ്പിക്കാനെത്തിയ ആ ചെറുപ്പക്കാരനായ കൈക്കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആ കുഞ്ഞിനെ കൈ മടക്കി പിടിച്ച് CPR കൊടുത്ത് പിന്നിലുള്ള രോഗികളെയും കൊണ്ട് അതിശീഘ്രം അതിവേഗം ആ വഴികളിലൂടെ കുതിക്കുന്ന, ചുണ്ടിലെ പുഞ്ചിരി മായാത്ത, ഭയം ഒട്ടും മനസ്സിനെ പിടികൂടാത്ത ചെറുപ്പക്കാരന് ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാം. ഈ ദിവസങ്ങളിൽ കണ്ട വേറെ ചില വീഡിയോകൾ, ഈ ആംബുലൻസിൻ്റെ മുമ്പിൽ വഴി മാറിക്കൊടുക്കാതെ പോകുന്ന ചില കാറുകളും ബൈക്കുകളുടെ ഒക്കെ വീഡിയോ കണ്ടു. അപ്പോൾ അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. ഒന്ന്, ആംബുലൻസ് ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആ ഒരു ഗ്യാപ്പ് വെച്ച് വേഗത്തിൽ പോകുന്ന ആളുകൾ, അവരും ചെയ്യുന്ന അക്രമമാണ്. കാരണം ആംബുലൻസ് പോയി കഴിഞ്ഞാൽ അവിടെ തൊട്ട് ബാക്കിലുള്ള വണ്ടികൾ അങ്ങനെ തുടർന്ന് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. പക്ഷേ ഇതിൻ്റെ പിന്നാലെ പിടിച്ച് ഓടിപ്പോകാൻ ശ്രമിക്കുന്ന ആളുകൾ, അത് ശരിയായ ഒരു നടപടിയല്ല. രണ്ട്, മുന്നിൽ ആംബുലൻസിൻ്റെ സൈറൻ്റെ ഗ്യാപ്പിലൂടെ എനിക്ക് വേഗം പോകാമെന്ന് വിചാരിക്കണം. വളരെ അപൂർവം ആളുകൾ, ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കും, ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നത് എനിക്ക് തോന്നുക, അങ്ങനെ ഒരാളിപ്പോൾ ആംബുലൻസിൽ പോണ ഒരു രോഗിനെ തടസ്സപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കില്ല എന്നാണ്, അങ്ങനെ വിചാരിക്കാൻ ഇഷ്ടം. ഇത് ഞാൻ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുക എന്നാണ് ചിലരെങ്കിലും വിചാരിക്കുന്നത്. സത്യത്തിൽ അത് ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കലല്ല, വഴി മുടക്കലാണ്. ആംബുലൻസിന് ആളുകൾ വിട്ടുകൊടുക്കണ പോലെ മുമ്പിൽ പോണ കാറിനോ ബൈക്കിനോ ഒന്നും ആളുകൾ മാറിക്കൊടുക്കില്ല. അപ്പോൾ ആംബുലൻസിൻ്റെ വിട് തന്നെയാണ് നല്ലത്. ഇത് ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ കത്തിയെടുത്ത് വയറ്റിൽ കയറ്റലോ ഒരു വടിയെടുത്ത് തലക്കടിക്കലോ മാത്രമൊന്നുമല്ല കൊല എന്ന് പറയുന്നത്. ഈ ആംബുലൻസിൻ്റെ സഞ്ചാര വഴി തടസ്സപ്പെട്ട് ആ രോഗി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വൈകി അയാൾ മരണപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്വം ഈ സാഹസം കാണിക്കുന്ന ചങ്ങാതിക്ക് ഉണ്ടാകും എന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. കൂടെ പറയാം, പീസ് റേഡിയോ സർക്കാരിനോടും സമൂഹത്തോടും ആവശ്യപ്പെടുകയാണ്, ജീവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് എടുത്തു വെച്ച് വഴികളിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് കുതിച്ചുപായുന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെ ആയിരങ്ങളുടെ ജീവിതവും കുടുംബമൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കണം. ഈ കോവിഡ് കാലത്തൊക്കെ 108 വണ്ടികൾ എല്ലാവരും വീട്ടിലേക്ക് ചുരുങ്ങിയപ്പോൾ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അടക്കം മയ്യത്ത് കുളിപ്പിക്കാൻ മക്കളെ പോലും കിട്ടാതിരുന്ന കാലത്ത്, മൃതശരീരങ്ങൾ ഒറ്റപ്പെട്ട കാലത്ത്, ലോകത്തെമ്പാടും നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളൂ ആ സമയത്ത് മൃതശരീരങ്ങൾക്ക് ചെറിയൊരു ബഹുമാനമൊക്കെ കിട്ടിയിട്ട്, ബാക്കി കയർമ കെട്ടിയിട്ട് പതുക്കെ തൂക്കി ഇറക്കി തള്ളിയിട്ട് പോണ എത്രയോ വീഡിയോസ് ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. പക്ഷേ അതൊക്കെ വഹിച്ചു കൊണ്ടുവന്നത് ഇവരായിരുന്നു, ആംബുലൻസ് ഡ്രൈവർമാരായിരുന്നു. അതുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജുകളും പദ്ധതികളും ഉണ്ടാക്കണം. സമൂഹത്തിലെ ദുർബലരും അശക്തരും ആയ വ്യക്തികൾക്കാണ് പലപ്പോഴും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നതും അവരുടെ ശമ്പളമാണ് പലപ്പോഴും വൈകുന്നതും എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നുണ്ട്.